വർഷങ്ങൾക്ക് മുമ്പ് തോപ്പിൽ ബാസിയുടെ അശ്വമേധം സിനിമ ഉൾപ്പെടെ ഒട്ടനവധി സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള നസീറും ജയനും സാംബശിവനും ഉൾപ്പെടെ ഒട്ടനവധി കലാകാരന്മാർ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം, അതും നമ്മുടെ നൂറനാട്ട്. എങ്കിൽ പിന്നെ നമുക്ക് ആ ക്ഷേത്രത്തെ പറ്റി ഒന്നറിഞ്ഞാലോ. നൂറനാട് ലെപ്രസി സാനിറ്റോറിയം കോമ്പൗണ്ടിനുള്ളിലാണ് ഒരു കാലത്ത് പ്രൗഢിയോടെ നിലനിന്നിരുന്ന ഈ ക്ഷേത്രമുള്ളത്. പറയെടുപ്പും വെടിക്കെട്ടും ഘോഷയാത്രയുമൊക്കെയായി വലിയ ഉത്സവം നടന്നിരുന്ന ഒരു ക്ഷേത്രം. ലെപ്രസി സാനിറ്റോറിയത്തിലെ അന്തേവാസികളുടെ ആവശ്യപ്രകാരം 100 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ധന്വന്തരി മൂർത്തി ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് കൂടിക്കൊള്ളുന്നത്. നിരവധി പ്രമുഖ നാടക സമിതികളുടെ ആദ്യ നാടകം പ്രദർശിപ്പിച്ചിരുന്നതും ഇവിടെയാണ്. നിരവധി കലാകാരന്മാർ അരങ്ങുവാണിട്ടുള്ള ഓപ്പൺ എയർ തിയേറ്ററിന്റെ ഇരിപ്പിടത്തിന്റെ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ അല്പശോചനീയമാണ്. ഗരുഡ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രത്തെ പറ്റി മറ്റു വിവരങ്ങൾ തിരുമേനി പറയുന്നതെന്ന് കേട്ടു നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ലാത്തിരിവേലി, സ്ഥലം താമരക്കുളമാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് 26 വർഷമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ ശരിക്കും ആൾ വരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടുത്തെ വഴി ഒരു തടസ്സം, പിന്നെ അതുപോലെ ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നു. ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് പ്രധാനപ്പെട്ട ഗേറ്റൊക്കെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. രാവിലെ 6:30, 5:30, 5:45 അത് തുറന്നിട്ട് 10 മണിക്കാണ് ഡെയിലി ക്ഷേത്രം അടയ്ക്കുന്നത്. ഇപ്പോഴും പൂജാകർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ വൈകിട്ട് 5:30 തുറന്ന് 7 മണിക്ക് നമുക്ക് മറ്റ് ക്ഷേത്രത്തിൽ പോലെ തന്നെ കുറച്ച് പൂജാകർമ്മങ്ങൾ കൂടുതലുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ രീതിയിലേക്കുള്ളത് പറയാം, അത്രത്തോളം അല്ല എങ്കിലും കൃഷ്ണനാണ് പൂർണ്ണമായിട്ടും, ഗുരുവായൂരപ്പൻ തന്നെ. അതുപോലെ ധന്വന്തരി മൂർത്തിയുടെ ഒരു സാന്നിധ്യം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി വെച്ചതായതുകൊണ്ട്. അപ്പോൾ ധന്വന്തരി ഹോമങ്ങൾ, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ സങ്കല്പമുള്ള അവതാര പൂജകൾ, അതുപോലെ തന്നെ ദശാവതാര ചാർത്തുകൾ, ഇതൊക്കെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇപ്പോഴും അതേ അവസ്ഥയാണ് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. പണ്ട് അന്തേവാസക്കായിട്ട് വെച്ചൊരു ക്ഷേത്രം. അവരുടെ കുറേ അമ്മച്ചിമാരുടെ പ്രാർത്ഥനയാണ്. കൃഷ്ണനെ വേണം എന്ന സങ്കല്പത്തിലാണ് അവരൊന്ന് ഫോട്ടോ വെച്ച് ആചരിച്ചിരുന്നത് ഈ സ്ഥലം. അപ്പോൾ അതിനുശേഷം അവിടെ പേഷ്യൻ്റായിട്ടിരുന്ന ഒരു കുറേ പൂജാകർമ്മത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവർ ആ സംഭവം ആവശ്യപ്പെട്ടു. അവരത് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇഷ്ടപ്രകാരം അവർ പറഞ്ഞു, അന്തേവാസികളല്ലേ, അപ്പോൾ അവർക്ക് ധന്വന്തരി മൂർത്തി ഇരിക്കട്ടെ എന്നൊരു സങ്കല്പത്തിലാണ് അവരിവിടെ പ്രതിഷ്ഠയ്ക്കായിട്ട് ചെങ്ങന്നൂർ ബുക്ക് ചെയ്തത്. അവിടെ ചെന്ന് ബുക്ക് ചെയ്ത്, വിഗ്രഹം ബുക്ക് ചെയ്ത്. ഇവിടെ അമ്മമാരുടെ എല്ലാവരുടെ ആഗ്രഹം കൃഷ്ണൻ, അവർക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ, കൃഷ്ണൻ വേണം എന്നായിരുന്നു സങ്കല്പം. പക്ഷേ പ്രതിഷ്ഠാ സമയമായപ്പോൾ വിഗ്രഹം കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വേറെ ഒരു ക്ഷേത്രത്തിലേക്ക് വെച്ച് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമാണ് ഇവിടെ കൊടുത്തുവിട്ടത്. അപ്പം പ്രതിഷ്ഠയിൽ അമ്മമാരുടെ ആഗ്രഹം അനുസരിച്ച് കൃഷ്ണനുണ്ട്, അതുപോലെ അവരുടെ വാക്കാൽ ധന്വന്തരി മൂർത്തിയുണ്ട്. ദിവസപൂജ എല്ലാവർക്കും നിവേദ്യങ്ങളാണ്. അതുപോലെ അവരെ തുറക്കുമ്പോൾ ഉഷപൂജയ്ക്കുള്ള തിരുവരം വേറെ, 10 മണിക്ക് 8 മണിക്കകത്തുള്ള പാൽപ്പായസം, കടുംപായസം അങ്ങനെയുള്ള നൈവേദ്യങ്ങൾ വേറെ. ഒരു കാലത്ത് ഇവിടെ വിവാഹങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് പോലും നമ്മൾ ക്ഷേത്രം അടച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ സമയത്തും ആൾക്കാർക്ക് ഏത് സമയത്തും വരാം. വെച്ചാൽ ഏത് സമയത്തും നിങ്ങളുടെ കൂടൊപ്പം നിൽക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ. നമ്മുടെ ആചാരത്തിലെ മന്ത്രങ്ങളും അത് തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴും വന്നാലും ഭഗവാനെ കാണാൻ അവസരങ്ങളുണ്ട്. എല്ലാവരും സഹകരിക്കണം.